ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീമി സോൾ ബൈ ഫർസന. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ലോങ് വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. മുന്നേ 3 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. വെരി ഈസിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒനിയൻ വേണം, ടൊമാറ്റോ വേണം. അതിൽ 3 ഒനിയൻസ്, ഞാനിവിടെ 4 ഒനിയനാണ് എടുത്തത്, 3 എണ്ണം മതിയാവും. ഇനി നമുക്ക് ഒനിയനൊക്കെ കട്ട് ചെയ്ത് വേണം. അതിനുശേഷം ടൊമാറ്റോയും കട്ട് ചെയ്യണം. ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഷ്റൂമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാനിൽ വരുന്ന മഷ്റൂമാണ്. ഇതിവിടെ ഗൾഫ് കൺട്രീസിലൊക്കെ അവൈലബിൾ ആണ്. നാട്ടിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമാണ് കിട്ടുന്നതെങ്കിൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കായാണ്. രണ്ട് ഏലക്ക ഇത് എടുക്കണം. എനിക്കിവിടെ പക്ഷേ ഒരു ഏലക്കയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാവരും 2 എണ്ണം എടുക്കുക. മാക്സിമം 2 പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ്. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ. മല്ലിപ്പൊടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഏലക്ക ഇടുക. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ഇടുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് മിക്സ് ചെയ്യുന്നതാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ട് ഉള്ളി ഇതുപോലെ നല്ല രീതിയിൽ വഴറ്റുക. അതിനുശേഷം ടൊമാറ്റോ ഇടുക. ഞാൻ ഇതുവരെയായിട്ടും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ വഴറ്റുക, മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മസാലപ്പൊടികളാണ്. ഞാൻ മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ എല്ലാ മസാലപ്പൊടികളും ഓരോ ടീസ്പൂൺ വീതമാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ കാശ്മീരിയാണ്. എരിവ് അധികം വേണ്ടായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ സോസാണ്. എൻ്റെ അടുത്ത് കെച്ചപ്പാണുള്ളത്, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നു. കുറച്ച് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക.
നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് കേൾക്കും, അത് AC-യുടെ സൗണ്ടാണ്. പ്ലീസ് ഇഗ്നോർ ഇറ്റ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കാരണം നമ്മൾ മസാല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊഴിച്ചാൽ മതിയാവും. നല്ല കുറുകിയ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ടെക്സ്ചർ കിട്ടേണ്ടത്. വീഡിയോക്ക് ക്വാളിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും, കാരണം തുടക്കമാണ്, ട്രൈപ്പോഡ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് അത് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്യാവുന്നതാണ്. ടിന്നുള്ളിലുള്ള മഷ്റൂം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിലെ വെള്ളം ഒഴിവാക്കി കളയുക. നമുക്ക് മഷ്റൂം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മഷ്റൂം ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഉപ്പ് നേരത്തെ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്തായിരുന്നു. എല്ലാവരും ഉപ്പ് മറക്കാതെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഫോഴ്സിൽ ഇളക്കരുത്, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് 7 മിനിറ്റോളം വേവിക്കാൻ വേണ്ടി വെക്കണം. നിങ്ങൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാട്ടർ ആഡ് ചെയ്യരുത്, നമ്മൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വാട്ടറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം സെറ്റ് ചെയ്യാം. ഫ്ലെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.